ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള കുറച്ച് ഓയിൽസ്, അതായത് ഒരു 4 ഓയിലുകൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് പല കൺഫ്യൂഷൻസും ഉണ്ടാവാറുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് ഓയിലുകളുണ്ട്, ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാറില്ല. നീലഭൃംഗ്യാദി, കയ്യണ്യാദി, അങ്ങനെ ഒരുപാട് ഓയിലുകൾ ഇപ്പോൾ കേൾക്കാറുണ്ട്. അതിൽ ഏതാണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ഓയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ ഫോൾ വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഡയറക്റ്റ് ഒരു ഓയിൽ തേച്ചത് കൊണ്ട് അത് കുറയണം എന്നില്ല. നമ്മുടെ അതിൻ്റെ റീസൺസ് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും വിറ്റാമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണോ, എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ നമുക്ക് മുടി കൊഴിയുന്നത് എന്നുള്ളത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഇനി അതല്ല നോർമലാണ് പ്രശ്നങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതല്ല എങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും റൂട്ട് കോസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ നമ്മൾ പുറമേ ഓയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രം ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അത് ആദ്യം തന്നെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് നീലഭൃംഗ്യാദി എന്നുള്ള ഓയിൽ. അപ്പോൾ ഈ ഒരു ഓയിൽ എന്തിനാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ നീലഭൃംഗ്യാദി എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് കയ്യുണ്ണിയും അതുപോലെ നീലാമരിയും ഒക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഹെയറിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, നമ്മുടെ ഹെയറിനുണ്ടാവുന്ന ചെമ്പിച്ച കളറ് ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ചിലർക്ക് നല്ല കറുത്ത മുടി വേണമെന്നായിരിക്കും, പക്ഷേ ചെറിയ ചെമ്പ കളർ ഉണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹെയറിന് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാറുണ്ട്, അറ്റം പിളർന്നു പോവാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓരോ സ്ട്രാൻഡ്സ് മുടിയുടെ ഒരു മുടി വളരെ തിന്നായിട്ട് പൊട്ടിപ്പോവാറുണ്ട്. അത് തിന്നിങ് ഉണ്ടാവും, മുടിയുടെ കട്ടി കുറഞ്ഞു വരാറുണ്ട്. അതായത് മുടിയുടെ ഒരു മുടി തന്നെ അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് വളരെ മെലിഞ്ഞ് അത് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ, ഹെയർ ബ്രേക്കേജ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു പ്രശ്നം മാറ്റാനും നമുക്ക് നല്ലൊരു ഓയിലാണ് നീലഭൃംഗ്യാദി എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലെ മുടിക്ക് വളരെ ബെനിഫിഷ്യൽ ആയതുകൊണ്ട് മുടി വളരാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ മോറോവർ അത് നമ്മുടെ മുടിയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വളരെ നല്ല ഒരു ഓയിലാണ്. അപ്പോൾ നമുക്കിനി മുടി വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു നീലഭൃംഗ്യാദി നമുക്ക് മറ്റ് ഓയിൽസുമായിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെയിനായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ് കുറക്കാനും ഈ നീലഭൃംഗ്യാദി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നീലഭൃംഗ്യാദി ഉപയോഗിക്കുമ്പോൾ പലർക്കും പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഉടനെ മുടി കൊഴിച്ചിലുണ്ടാവുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ആ ഒരു ഓയിലുമായിട്ട് അഡാപ്റ്റ് ആവുന്നത് വരെ, അതായത് ഒരു 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ മുടി കൊഴിച്ചിൽ ചിലരിൽ കാണാറുണ്ട്. പക്ഷെ അത് ക്രമേണ മാറുന്നതാണ്. നമ്മൾ കണ്ടിന്യൂസ് അത് ഉപയോഗിക്കുമ്പോൾ ആ ഒരു മുടി കൊഴിച്ചിൽ മാറിയിട്ട് റീഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രശ്നം ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ, ഇത് വളരെ തണുപ്പുള്ള ഒരു എണ്ണയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും സൈനസൈറ്റിസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ തലവേദന ഉള്ളവർക്കൊക്കെ അത് കൂടാറുണ്ട് ഇതിൻ്റെ തണുപ്പ് കൊണ്ട്, വളരെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 200 ഗ്രാമിൻ്റെ ബോട്ടിലൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് നമുക്കൊരു പാത്രത്തിലേക്കാക്കിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതിലോട്ട് നമുക്കൊരു 10 ഗ്രാം കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തതിന് ശേഷം, ഡയറക്റ്റ് ബോയിൽ ചെയ്യരുത്, നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡയറക്റ്റ് എണ്ണ ചൂടാക്കുമ്പോൾ അതിൻ്റെ അങ്ങനെ വീണ്ടും അങ്ങനെ ചൂടാക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അരിച്ച് ബോട്ടിലാക്കി വെച്ചാൽ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള തണുപ്പ് മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നീലഭൃംഗ്യാദിയെക്കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അടുത്ത രണ്ടാമത്തെ ഒരു എണ്ണ എന്ന് പറയുന്നത് കയ്യുണ്യാദിയാണ്. കയ്യുണ്യാദിയും ഇതുപോലെ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. കയ്യുണ്യാദിയുടെ മെയിൻ ഒരു ഗുണം എന്ന് വെച്ചാൽ, കയ്യുണ്ണിയാദിയിൽ അടങ്ങിയിരിക്കുന്നത് കയ്യുണ്ണി, അതുപോലെ ചിറ്റമൃത അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇരട്ടി മധുരമുണ്ട്, അഞ്ചൻ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കയ്യുണ്ണിയാദി നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എണ്ണയാണ് കയ്യുണ്ണിയാദി. മുടി കൊഴിച്ചിൽ മാറ്റാനും ഇതും നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റാനും സഹായിക്കുന്നതാണ്. മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത് കുറക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ
കയ്യെണ്ണയാദി മുടി കൊഴിച്ചിലുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എണ്ണയാണ്. നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റണം, അതുപോലെ തന്നെ മുടി നല്ല ടെക്സ്ചർ നന്നാക്കണം, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കയ്യെണ്ണയാദിയും നീലിഭൃംഗിയാദിയും മിക്സ് ചെയ്തിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് കയ്യെണ്ണയാദി ഉപയോഗിക്കാൻ പറ്റിയത് നമുക്ക് മുടി കൊഴിയുന്ന, അതുപോലെ തന്നെ പ്രിമച്വർ ഗ്രേയിങ് ഉള്ള സമയത്തും കയ്യെണ്ണയാദി കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ നീലിഭൃംഗിയാദിയും കൊടുക്കാറുണ്ട്. രണ്ടും നമുക്ക് പ്രിമച്വർ ഗ്രേയിങ്ങിന് ഉപയോഗിക്കാം. പ്രപുണ്ടരീകാദി തൈലം ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് പ്രീമച്വർ ഗ്രേയിങ്ങിന് വേണ്ടിയിട്ട്. അതല്ലാതെ നമുക്ക് ഈ ഒരു നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് ഒരു മങ്ങലുണ്ട്, അല്ലെങ്കിൽ ഐ ഡ്രൈനസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കയ്യുണ്ണിയാദി ഉപയോഗിക്കാൻ നല്ലതാണ്. അതുപോലെ പല്ലിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ് കയ്യുണ്ണിയാദി. മോണക്കൊക്കെ ഉറപ്പ് വരാൻ, പല്ലിനൊക്കെ നല്ല ഉറപ്പ് കിട്ടാനൊക്കെ കയ്യുണ്ണിയാദി കൊടുക്കാറുണ്ട്. തലവേദനയുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എണ്ണയാണ് കയ്യുണ്ണിയാദി, മുടി വളരാനും. അപ്പോൾ ചിലർക്ക് എണ്ണ തേക്കുമ്പോൾ ഭയങ്കര തലവേദനയൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവരും കയ്യുണ്ണിയാദി കൊടുക്കുമ്പോൾ തലവേദന കുറഞ്ഞു കാണാറുണ്ട്. അപ്പോൾ കയ്യുണ്ണിയാദി അതുപോലെയും ഉപയോഗിക്കാം. നമുക്ക് നീലഭൃംഗിയാദിയും കയ്യുണ്ണിയാദിയും മിക്സ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കയ്യുണ്ണിയാദി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കണ്ടീഷൻസ്. ഇനി അടുത്ത കോമൺ ആയിട്ടുള്ള ഒരു എണ്ണ എന്ന് പറയുന്നത് ചെമ്പരത്തിയാദിയാണ്. ചെമ്പരത്തിയാദിയിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, അതുപോലെ കൂവളം, ചെത്തി, തുളസി, വെറ്റില, നീലാമരി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ പേസ്റ്റായിട്ട് ജീരകത്തിൻ്റെയും കരിഞ്ജീരകത്തിൻ്റെയും പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചെമ്പരത്തിയാദിയിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. തലയിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡി മുഴുവനായിട്ടും തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു എണ്ണയാണ് ചെമ്പരത്തിയാദി. ചെമ്പരത്തിയാദി മെയിനായിട്ട് നമ്മുടെ സ്കിൻ കണ്ടീഷൻസിലാണ് കൊടുക്കാറുള്ളത്. നമ്മുടെ സ്കിന്നിൽ എക്സിമ പോലുള്ള കണ്ടീഷൻ, അതുപോലെ സോറിയാസിസിലൊക്കെ നമ്മുടെ ഊസിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊടിഞ്ഞു വരാറുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ ട്രീറ്റ് ചെയ്ത് അത് മാറി ആ ഊസിങ് ഒക്കെ മാറുമ്പോൾ നമ്മൾ ചെമ്പരത്തിയാദി കൊടുക്കാറുണ്ട്. വളരെ നല്ല റിസൾട്ടാണ് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ ചെമ്പരത്തിയാദി നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ്. സ്കാൽപ്പിൽ ചൊറിച്ചിലുണ്ട്, ചെറിയ ചെറിയ കുരുക്കളുണ്ട്, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ചെമ്പരത്തിയാദി വളരെ എഫക്റ്റീവാണ്. അതുപോലെ ചെറിയ കുട്ടികൾക്ക് മുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് ചെമ്പരത്തിയാദി. കുട്ടികൾക്കും നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്, ദേഹത്ത് മുഴുവനായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. നല്ലൊരു കണ്ടീഷണറായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ചെമ്പരത്തിയാദി കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, ചെമ്പരത്തിയാദി ചിലർക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാലും ചില കുട്ടികൾക്ക് ചില റാഷസ് സ്കിന്നിൽ ഉണ്ടായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചിലർക്ക് മാത്രമേ ഇങ്ങനെ റാഷസ് കാണാറുള്ളൂ, പക്ഷെ ചിലർക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെമ്പരത്തിയാദിയും മാലത്തിയാദിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ള സമയങ്ങളിലാണെങ്കിൽ ഹെയർ ഫോൾ മാറി മുടി നന്നായിട്ട് വളരാൻ മാലത്തിയാദിയും ചെമ്പരത്തിയാദിയും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മാലത്തിയാദിനെ കുറിച്ചാണ്. മാലത്തിയാദി നല്ല ഹെയർ ഫോൾ ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ്. മുടി കൊഴിച്ചിൽ മാറ്റാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോപേഷ്യ ഉള്ളവർക്ക്, അലോപേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോവാറുണ്ട്. അങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നത് തടയാനും അതുപോലെ തന്നെ അവിടെ പുതിയ മുടി ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ് നമ്മുടെ മാലത്തിയാദി എന്ന് പറയുന്നത്. മാലത്തിയാദി ഇതിൽ അടങ്ങിയിട്ടുള്ളത് മുല്ല, അതുപോലെ തന്നെ ഉങ്ങ്, അരളി, മുഞ്ഞ, ഇതൊക്കെയാണ്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കുറക്കാനും ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ മുടികൾ വളരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ പോസൊക്കെ ഓപ്പണായി പുതിയ മുടികൾ വളരാൻ സഹായിക്കുന്ന ഒരു എണ്ണ കൂടിയാണ് മാലത്തിയാദി. നമുക്ക് ഇപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് താരൻ മൂലം നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാലത്തിയാദിയും അയ്യപ്പാലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, ഇപ്പം താരനൊന്നും ഇല്ലാതെ തന്നെ മുടി കൊഴിച്ചിലാണ് എങ്കിൽ ചെമ്പരത്തിയാദിയും മാലത്തിയാദിയും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതും വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെയിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 4 എണ്ണകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് കണ്ടീഷനിലാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.